സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ് തൻ്റെ കരുക്കൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ്. തൻ്റെ ജയം കാണാതെ ഒരിക്കലും അവൾ പിന്മാറില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ജയമോഹനെ തന്നെ തൻ്റെ പ്ലാനിങ്ങിൻ്റെ കരുവാക്കുകയാണ് മാനസ ഇപ്രാവശ്യവും. ഇതങ്ങനെ വെറുതെ ആവില്ല. ഈ പ്ലാൻ പൊളിഞ്ഞു കഴിഞ്ഞാൽ ജയമോഹൻ മറ്റുള്ളവർക്ക് മുന്നിൽ വീണ്ടും നാണം കെട്ട് മിക്കവാറും അയാൾ തന്നെ പണി തീർക്കും. നിന്റെ കൈ ഇതിന് പിന്നിലില്ലെന്നും ചോദിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് അയാൾ കൺമണിയെയും ബലരാമനെയും പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് ഒരുങ്ങുന്നത്. ധനലക്ഷ്മിയുടെ ചീത്ത ബുദ്ധിയിൽ വേണ്ടാത്ത കാര്യങ്ങളിലേ വരൂ. അവർ കൺമണിയെയും ബലരാമനെയും സംശയിച്ചുകൊണ്ട് പറയാണ് ഇവർ പറയുന്നത് ഒന്നുമല്ല എന്നും അതിനപ്പുറം വേറെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ മനോജിനോട് പറയുമ്പോൾ മനോജ് അവരുടെ കരണത്തിനിട കൊടുക്കുന്നുണ്ട്. മനോജ് മോളെ സംശയിക്കുമെന്നൊക്കെ കൃഷി സാർ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുമ്പോൾ ആ മനസ്സിൽ എന്നെക്കുറിച്ചോ ബലരാം സാറിനെ കുറിച്ച് സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകില്ലെന്ന് പറയുന്നുണ്ട് കൺമണി. അത്രയ്ക്ക് അടിയുറച്ച വിശ്വാസമാണ് കൺമണിക്ക് കൃഷിനെ. അങ്ങനെ ജയമോഹൻ ഓഫീസിൽ വന്നയുടനെ ക്രോസ് വിസ്താരം തുടങ്ങുകയാണ്. ഇന്നവിടെ പൊളിച്ചെടുക്കണം, ഞാനും എൻ്റെ മോളും അവിടെയാകുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്തയോടെ കൂടിയാണ് അയാൾ പെർഫോം ചെയ്യുന്നത്. സാഗറിൻ്റെ മുന്നിൽ വെച്ചാണ് കേട്ടോ അയാൾ ചോദ്യം ചെയ്യുന്നത്. ബലരാമനും കൺമണിയും ഒന്നും പറയുന്നത് വിശ്വസിക്കാതെ നിങ്ങൾ ഈ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചാലും സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാകും ആ രാത്രി മുഴുവൻ എന്നൊക്കെ പറയാണ്. എന്തോ അരുതാത്തത് പറയുന്ന ജയമോഹനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ബലരാമൻ. ഇതൊക്കെ മാനസിയിൽ നിന്നറിഞ്ഞ വരുണും കൂട്ടുകാരും സന്തോഷത്തോടെ തുള്ളിച്ചാടാണ്. ജയമോഹനും മാനസയും അവിടെ നിന്ന് പോയപ്പോൾ എന്തോ ഒരു ട്രാപ്പ് മണക്കുന്നുണ്ടല്ലോ സാഗരെന്ന് പറയുന്നുണ്ട് ദേവജി. ജയമോഹനൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ മാനസയ്ക്ക് ഇതിൽ വല്ല പങ്കുമുണ്ടോ എന്നൊക്കെ ഒരു സംശയം ദേവജി അവളുടെ മുഖത്ത് തൂക്കി തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവജിയുടെ സംശയത്തിന് ആസ്പദമായിട്ട് കൺമണിയുടെ ദൃഷ്ടി വീണ്ടും മാനസയ്ക്ക് മുകളിൽ വീഴുകയാണ് കേട്ടോ ചെയ്യുന്നത്.